പിന്നെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ടിട്ട് നല്ലോണം വഴറ്റുക. അത് കഴിഞ്ഞ് തക്കാളി കൂടെ ചേർന്ന് വഴറ്റുക. ഹലോ മക്കളെ, വെൽക്കം ടു ശ്രീ കഫേ കിച്ചൺ. ഇന്നേക്ക് കർമൂസൻ കായ എന്ന് പറയും, അതായത് നമ്മുടെ പപ്പായ. മുളകൂഷത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വെച്ചാൽ പപ്പായ, പരിപ്പ്, ചോറിൻ്റെ ഒപ്പം കുക്കറിൽ വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കാനുള്ള ചേരുവകൾ: തേങ്ങ, ഒരു 1.5 മൂടി തേങ്ങ, കുറച്ച് ചെറുജീരകം, പിന്നെ ഒരു പല്ല് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി. ഇതെല്ലാം കൂടെ ചേർന്ന് അരയ്ക്കണം. അപ്പോൾ പപ്പായ ഇതിലിട്ടു, പരിപ്പിൻ്റെ ഒപ്പം പപ്പായ ഇട്ടു. അത് കഴിഞ്ഞ് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഡയറക്റ്റായിട്ട് ഇതിൽ ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട്, ബാക്കിയുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പ് മാത്രമേ ഇനി ഇടാനുള്ളൂ. ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. നല്ലോണം ഒന്ന് ഇളക്കി ഒരു 1-2 വിസിൽ. കാരണം പപ്പായ അല്പം ചെനഞ്ഞതായതുകൊണ്ട് അല്പം മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി എന്തായാലും വറുത്തിടുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ഇടുമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് ഇടുമല്ലോ. അപ്പോൾ പോരാന്ന് തോന്നി അപ്പോൾ ഇടാം. ഇത്ര കഴിക്കേണ്ടതാണ്. ഇതൊരു നാടൻ ഒഴിച്ചുകറിയാണ് പപ്പായയുടെ. പിന്നെ പറഞ്ഞ പപ്പായ കറി. അങ്ങനെ ഇന്നത്തെ മെനു ഇതാണ്.